ഊമത്തന്തയും ഉരിയാടാമോളും 80-ാം ദിവസം. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. ഊമത്തന്തയും ഉരിയാടാമോളും എന്ന കുടുംബചിത്രം നിറഞ്ഞ കോവിലുകൾക്കിടയിൽ കേരളത്തിൽ 80-ാം ദിനം പിന്നിടുകയാണ്. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം കരിമണൽ കറുത്തായുടെ കയ്യിൽ നിന്നും കോഴ മാസപ്പടിയുടെ രൂപത്തിൽ മേടിച്ച് എല്ലാ മാസവും കൃത്യമായി മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത ഒരു തീവട്ടിത്തന്തയുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. ചുണ്ടും ചുമപ്പിച്ച് കിട്ടുന്നതെല്ലാം വാങ്ങി ഇടാനായി യാതൊരു ലോജിക്കുമില്ലാതെ ഒരു കമ്പനി അങ്ങ് കർണാടകത്തിൽ പോയി തുടങ്ങി 8ന്റെ പണി വാങ്ങിയ മോളാണ് ചിത്രത്തിലെ നായിക. ബംഗളൂരുവാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ. അപ്പനെയും മകളെയും വെളുപ്പിക്കുവാൻ കിടന്ന് പെടാപ്പാടുപെടുന്ന അപ്പം ഗോവിന്ദനാണ് ഹാസ്യതാരം. ഒരു പാവം പെങ്കൊച്ചിനെ മാഫിയകളുടെ കയ്യിൽ നിന്ന് സ്വല്പം കോഴം മേടിച്ച് ജീവിക്കുവാൻ നീയൊന്നും അനുവദിക്കത്തില്ലടാ എന്ന് ചോദിക്കുന്ന സിറ്റപ്പനാണ് ചിത്രത്തിലെ വില്ലൻ. ആദ്യ ദിനം തന്നെ 8 നിലയിൽ പൊട്ടാമായിരുന്ന ഈ ചിത്രത്തിന് ആവശ്യത്തിലധികം പബ്ലിസിറ്റി നൽകിയത്, മൈലേജ് കൊടുത്തത് PRO നാടൻകുഴലാണ്. നാട്ടിലെ സകല അലവലാദികളുടെ കയ്യിൽ നിന്നും മാസപ്പടി വാങ്ങി മകളുടെ നേർച്ചപ്പട്ടയിലിട്ടിട്ട് ആ PV ഞാനല്ല കേട്ടോ, സംശയമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയോട് ചോദിക്കൂ എന്ന് തീവട്ടിയപ്പൻ പറയുമ്പോൾ കാണികൾ ഒന്നടങ്കം എണീറ്റ് നിന്ന് തിയേറ്ററിൽ കൂവുകയും ചെരിപ്പൊരിയെറിയുകയും ചെയ്യുമ്പോഴും തന്തയും മോളും മുട കെട്ടിയവനും ഒരുമാതിരി ഊളച്ചിരിച്ചിരിക്കുന്നു. ഈ ഊളച്ചിരിയുമായി മിണ്ടാട്ടം പൊട്ടിയിരിക്കുവാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 80 ദിവസമാകുന്നു. ചിത്രത്തിൻ്റെ 100-ാം ദിനാഘോഷവേളയിൽ ED മികച്ച നടിക്കുള്ള അവാർഡിൻ്റെ ഗപ്പ് ഉരിയാടാമോൾക്ക് കൊടുക്കും എന്നാണ് അറിയുന്നത്. കോഴ വാങ്ങി മകളുടെ നേർച്ചപ്പട്ടയിലിട്ട താൻ എന്തൊരു അപ്പനാടോ എന്ന് തന്തപ്പടിയോട് മാപ്രകൾ ചോദിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഊമത്തന്തയ്ക്ക് മൗനമാണ് അതിനുള്ള മറുപടി. സഹികെട്ട് മൈക്കികൾ പോലും കൂവിത്തുടങ്ങി. നിയമസഭയ്ക്കകത്തും പുറത്തും അപ്പനും മൗനം. പത്രസമ്മേളനത്തിൽ മാസപ്പടി ചോദ്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ കേട്ടില്ലെന്ന് നടിക്കുകയാണ് അപ്പം ചെയ്യുന്നത്. ആരെങ്കിലും ആവർത്തിച്ച് ചോദിച്ചാൽ രോഷത്തോടെ ചീർന്നതല്ലാതെ കൃത്യമായ മറുപടി നൽകാറില്ല. ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ കരിമണൽ കമ്പനിയായ CRML 1,72,00,000 രൂപ നൽകുക മാത്രമല്ല 50 ലക്ഷം രൂപ ലോണായും കൊടുത്തു. നാട്ടിലെ നിരവധി തീവട്ടികളുടെ കയ്യിൽ നിന്നും ഇതുപോലെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി എന്നതാണ് വിവാദം. CSI സഭയിലെ അഡ്മിഷൻ കോഴക്കള്ളൻ ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് പോലും സീറ്റ് മാട്രിക്സ് അട്ടിമറിക്കുവാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം മകളുടെ അക്കൗണ്ടിൽ വാങ്ങിയ തന്തപ്പടിയാണിപ്പോൾ മൂങ്ങയെപ്പോലെ കീഴോട്ട് നോക്കി മിണ്ടാതെ ഇരിക്കുന്നത്. ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലാണ് കോഴം മേടിച്ചു മകളുടെ അക്കൗണ്ടിലിട്ട CRML എക്സാലോജിക് ഇടപാടിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. ഈ ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ED അന്വേഷിക്കുന്നത്. ഇതേ ആരോപണത്തിൽ SFIO അന്വേഷണവും നടക്കുന്നുണ്ട്. യാതൊരു സേവനവും നൽകാതെ കണ്ടവന്റെ കാശു മേടിച്ച് മകളുടെ അക്കൗണ്ടിൽ ഇട്ടത് തെറ്റാണ് എന്ന് പറയുവാൻ ഇതിനും മാത്രം പ്രസവവേദന ED എടുക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടുപോയി എങ്കിലും കൃത്യമായ മറുപടി തന്തപ്പടിയിൽ നിന്നും ഉണ്ടാകുന്നതേയില്ല. വാർത്താ സമ്മേളനത്തിൽ പേ പിടിച്ചതുപോലെ പ്രതികരിക്കുന്ന ഈ അപ്പൻ നിയമസഭയിൽ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെയാണ് ഇരിക്കുന്നത്. ആദ്യമായി കോഴ വിഷയം ഉയർന്നപ്പോൾ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപെടലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാം കൈവിട്ടു പോയപ്പോൾ ഇപ്പോൾ വാ പൊളിക്കുന്നേയില്ല. നിയമസഭയിൽ ഉന്നയിച്ച മാസപ്പടി ചോദ്യങ്ങൾക്ക് 80 ദിവസം കഴിഞ്ഞിട്ടും അപ്പൻ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. ചെയ്യാത്ത സേവനങ്ങൾക്ക് കോഴമോട കറക്ക് കമ്പനി CRML കമ്പനിയിൽ നിന്നും പണം വാങ്ങിയതിൽ വിജിലൻസ് പരാതി ലഭിച്ചിട്ടുണ്ടോ? പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് CMRL കമ്പനി മകൾക്കും മകളുടെ കമ്പനിക്കും ചെയ്യാത്ത സേവനങ്ങൾക്ക് പണം നൽകിയത് എന്ന് കമ്പനി ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടോ? അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രസ്തുത പരാതിയിൽ കേസെടുക്കാത്തതിന്റെ കാരണം തുടങ്ങിയ ചോദ്യങ്ങളാണ് അൻവർ സാദത്ത്, ഷാഫി പറമ്പിൽ, റോജി M. ജോൺ, മാത്യു കൊഴുനാടൻ, ഉമാ തോമസ്, സണ്ണി ജോസഫ്, M. വിൻസെന്റ്, K. ബാബു, KK രമ, T. സിദ്ദിഖ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നീ UDF MLA മാർ ചോദിച്ചിരിക്കുന്നത്. ജനുവരി 29-നായിരുന്നു നിയമസഭാ ചോദ്യം. ചട്ടപ്രകാരം നിയമസഭാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ചോദ്യം പരിഗണനയിൽ വരുന്നതിൻ്റെ തലേദിവസം തന്നെ നൽകണം. എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ നിയമസഭാ മറുപടി ഇതുവരെ പുറലോകം കണ്ടിട്ടില്ല. നിയമസഭാ ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി മറുപടി നൽകണമെന്ന് സ്പീക്കർ പലതവണ റൂളിംഗ് നൽകിയതുമാണ്. ഇത് കോഴമുഖ്യൻ തന്നെ പാലിക്കാത്ത അവസ്ഥയാണ്. എന്നാൽ ഇതിൽ യാതൊരു നടപടിയും ആശ്രിതനായ സ്പീക്കർ
സ്വീകരിച്ചിട്ടില്ല. UDF അംഗങ്ങൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അറിഞ്ഞില്ലെന്ന മട്ടിലാണ് സ്പീക്കറുടെ പ്രതികരണം. ഇനി കോഴമുഖ്യൻ്റെ കോഴമോൾ ഉൾപ്പെടെയുള്ളവരെ കൂടി വിളിച്ചു വരുത്തുവാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. കർമ്മം ചെയ്ത കർത്തയെ ചോദ്യം ചെയ്തതിന് ശേഷമാവും കോഴമോളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.